ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് ഒന്നല്ല കേട്ടോ പ്രത്യേകിച്ച് വന്നേക്കണത്. ഇന്ന് നല്ലൊരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ടാണ് വന്നേക്കണത് കേട്ടോ. ഞാൻ മുഖം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും എന്നെ അറിയണവർക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ചാനൽ എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കാലത്ത് നമ്മൾ മോണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ തീരെ സുഖമില്ലാതിരിക്കുകയാണ്. അന്ന് ആ പനി പിടിച്ചിട്ട് പിന്നെ നല്ലൊരു ചുമയൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ പോയി ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ നേരത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു കപ്പാസിറ്റി എനിക്കില്ല, സൗണ്ടില്ല. ഇപ്പോഴും കുറച്ച് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അതിപ്പോൾ കുറച്ച് വർത്താനം പറഞ്ഞു തുടങ്ങിയാൽ അപ്പോൾ തന്നെ അടഞ്ഞു പോകും അത്. അപ്പോൾ അത് ഇത്തിരി ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കേട്ടോ. പക്ഷേ ഈ സന്തോഷ വാർത്ത എനിക്ക് എല്ലാവരെയും അറിയിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനകളും എല്ലാം ഉണ്ട് എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനത് അറിയിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്തവരോടും ചെയ്യാത്തവരോടും എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. വെള്ളിയാഴ്ചയൊക്കെ ആയിട്ടാണ് എനിക്ക് ഇത്തിരി കൂടുതൽ പോലെ ആയത്. പിന്നെ ശനിയാഴ്ച ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു യാത്രയുണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ച ആകുമ്പോഴേക്കും അമ്മയുടെ കിടപ്പിലായി. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി അഡ്മിറ്റ് ആവാൻ പറഞ്ഞ പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ കിടക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 31-ാം തീയതിയാണ് നമുക്ക് അപ്പീൽ കൊടുക്കേണ്ടതായിരുന്നേ. പക്ഷെ അതും എനിക്ക് മുടക്ക് പോലെ കുറേ തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അപ്പീൽ കൊടുക്കണ ആ ഒരു ഭാഗം എനിക്ക് സംതിങ് റോങ് കാണിച്ചിട്ട് അതിന് 2 ആഴ്ച മുപ്പാട് തൊട്ടേ ആ ഒരു പ്രോബ്ലം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും എൻ്റെ പ്രതീക്ഷയൊക്കെ പോയി. ഇനിയിപ്പോൾ നമ്മൾ എവിടെ പോയിട്ട് അപ്പീൽ കൊടുക്കും എന്നുള്ളതൊക്കെ. മെയിലാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ ഇരുന്ന് അങ്ങനെ ഫോണ് ഞാനും മോളൊക്കെ കൂടി ഇരുന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് അതൊന്ന് കൊടുക്കാനായിട്ട് പറ്റിയത് കേട്ടോ. പിന്നെ സ്റ്റോറേജ് ഫുള്ളായിട്ട് മെയിൽ വരാണ്ട് അങ്ങനെ നോക്കാറുണ്ടായിരുന്നില്ല ഫോണിൽ. ഇത് വരുമല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആ വൈ സ്റ്റുഡിയോയിൽ നമുക്ക് ആ ഭാഗത്തു നിന്നാണല്ലോ നമ്മൾ അപ്പീലിൻ്റെ ആ ഒരു ഓപ്പൺ തുറക്കാറ്. അപ്പോൾ അത് വരാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും എനിക്ക് ദൈവം പണി തരാണോ, എന്നെ വീണ്ടും കഷ്ടപ്പെടുത്താനാണോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ സെറ്റായി കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്. അത് ചെയ്തിട്ടില്ല. ഇന്ന് മോനെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്തിരി സൗണ്ടൊക്കെ ഇപ്പോൾ വന്നപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വല്ലാണ്ട് വൈകുകയും ചെയ്തു. അപ്പോൾ നമുക്കിവിടെ സന്തോഷം എല്ലാവരും അറിയിച്ചു കേട്ടോ. എനിക്കിവിടെ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഞാൻ എന്തായാലും നമ്മൾ വീഡിയോ എടുത്തതല്ലേ, അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. പ്രൊമോഷനൊന്നല്ല കേട്ടോ, നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ഇത് കാലുമിടണ ഒരു സൈസ് സോക്സാണ്. കണ്ടോ, വൈകുന്നേരങ്ങളിൽ നമുക്ക് കാലമ്മ ഇട്ട് കിടക്കാൻ പറ്റിയൊരു തരം സോക്സാണ്. ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ കാലത്ത് നേരം വെളുത്തിട്ട് നമ്മുടെ കാല് നോക്കുമ്പോൾ ഈ വരവുള്ളിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യണമെന്നാണ്. പിന്നെ അതുപോലെ കാല് നല്ലവണ്ണം സൂക്ഷിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു സോക്സ് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ. അധികം വലിയ റേറ്റൊന്നുമില്ല, ഒരു 140 രൂപയോളം മീഷോയിൽ ഓർഡർ ചെയ്താൽ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കാലുമ എന്തെങ്കിലുമൊക്കെ മോയ്സ്ചറൈസൊക്കെ തേച്ച് കിടക്കണവർക്ക് കിടക്കയിൽ പോകുമെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ അങ്ങോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തായാലും അത് തേക്കുന്നതൊക്കെ പോകും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സോക്സ് മേടിക്കുകയാണെങ്കിൽ അത് തേച്ചിട്ട് ഇതിട്ടിട്ട് നേരം വെളുത്ത് കഴിഞ്ഞാൽ കാല് ഭയങ്കര സോഫ്റ്റ് പോലെയായിരിക്കും, നല്ല പഞ്ഞിക്കെട്ട് പോലെയാവും. അപ്പോൾ ഞാനിത് ഇന്നലെ ഇത് വന്നപ്പോൾ അതൊന്ന് പറഞ്ഞു തന്നല്ലോ കേട്ടോ. അങ്ങനെ മേടിക്കുക ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇത് മേടിക്കുക. പിന്നെ ഈ ഒരു സാധനം നമുക്ക് 41 ദിവസമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. 41 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, വേറെ നമ്മൾ ഓർഡർ ചെയ്ത് മേടിക്കണം കേട്ടോ. അല്ലാതെ സ്ഥിരകാലം ഉപയോഗിക്കണം. പിന്നെ ഇത് കഴുകിയൊക്കെ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലൊരു സാധനമാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ റബ്ബർ, മറ്റേ സോക്സ് പോലെയല്ല, ഒരു റബ്ബർ പോലെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളും ഇതൊന്നും കാലിന് വരില്ല. കാല് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. നല്ല ഭംഗിയിലൊക്കെ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയിട്ട് നല്ല ഭംഗിയിലൊക്കെ കാല് വയ്ക്കാനായിട്ട് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ. പിന്നെ ഞാനിവിടെ കാലുമ്പോൾ തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രീമാണ്. ഇത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഞാനിത് മുൻപ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ അലോവേര ജെല്ലും ഗ്ലിസറിനും നമ്മുടെ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ഗുളികയും കൂടിയിട്ട്
നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു ക്രീമാണിത്. ഇതാണ് രാത്രി ഞാൻ കാലുമ്മ തേച്ച് കിടക്കാറ്. ഇനിയിപ്പോൾ ഇത് കാലുമ്മ തേച്ചിട്ട് ഈ സോക്സ് ഇട്ടിട്ട് കിടക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം കേട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.